പഫ്ഡ് റൈസ് പൊരി കൊണ്ട് മിക്സ്ചർ ഉണ്ടാക്കാറുണ്ട്, ചാറ്റ് ഉണ്ടാക്കി കഴിക്കാറുണ്ട്, പൊരി കൊണ്ട് ശർക്കര ചേർത്ത് ഉരുണ്ട ഉണ്ടാക്കാറുണ്ട്. ഇന്ന് പൊരി കൊണ്ട് ഒരു വ്യത്യസ്ത വിഭവം. ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്തോളൂ കേട്ടോ. 2 ഗ്ലാസ് പൊരി എടുക്കുക. അതേ ഗ്ലാസ് അളവിൽ 1 ഗ്ലാസ് നല്ല പുളിയുള്ള തൈര് പൊരിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. തൈരിലും പൊരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. തൈരിൽ കുതിർന്ന പൊരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു കറക്കുക. അതിലേക്ക് അതേ കപ്പളവിൽ 1.5 ഗ്ലാസ് പച്ചരി 2 മണിക്കൂർ കുതിർത്തത് നന്നായിട്ട് കഴുകിയെടുത്തത് കൂടെ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് തേങ്ങ ചിരവിയത്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് നല്ല മയത്തിൽ ഇതുപോലുള്ളൊരു മാവ് റെഡിയാക്കിയെടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മാവ് ഒരു സൈഡിലേക്ക് മാത്രം ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. സ്മൂത്തായിട്ടുള്ളൊരു ബാറ്റർ റെഡി ആയിട്ടുണ്ട്. പൊരി കൊണ്ടുള്ള ദോശയാണ് റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ. ഇതൊരു ഇൻസ്റ്റൻറ്റ് ദോശയാണ്, കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാവ് തയ്യാറാക്കിയ ഉടനെ ദോശ ചുട്ടെടുക്കാം. ദോശത്തവ ചൂടാകുമ്പോൾ ഓരോ തവിയായിട്ട് കോരി ഒഴിച്ച് ഒന്ന് പരത്തി 2 വശം അടച്ച് വെച്ച് നെയ്യോ വെളിച്ചെണ്ണയോ തൂത്ത് തയ്യാറാക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ദോശ. ഏത് തരം ചട്നിയുടെ കൂടെയും സാമ്പാറിൻ്റെ കൂടെയും ചേർത്ത് കഴിക്കാം, വെറുതെ കഴിക്കാവാം. ഞാനിന്ന് ഈ പൊരി ദോശയോടൊപ്പം ഇലിമ്പം പുളി കൊണ്ട് തയ്യാറാക്കിയ ഒരു മുളക് കറിയാണ് റെഡിയാക്കിയിട്ടുള്ളത്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ദോശ. സമയം കിട്ടുമ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ.